ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ മുറ്റടിക്കലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചായ ഇട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നല്ല തലവേദനയായിരുന്നു. എന്താ അറിയില്ല, നല്ല ജലദോഷം. ഈ രാവിലെ നേരത്തെ എണീറ്റ് മുറ്റടിയും ഇതൊക്കെ കൊണ്ട് പൊടിയും മഞ്ഞുകൊള്ളലും എല്ലാം കൊണ്ടാണ് തോന്നുന്നുണ്ട്. അലർജിയും തുമ്മലും തലവേദനയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ചായപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം കിടന്നതിന് ശേഷം പിന്നെ വീണ്ടും എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഉമ്മയും ജ്യേഷ്ഠത്തിമാരും അമ്മായിയും അവർ താത്താൻ്റെ ഒരു മോൻ അവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വൈകിട്ട് എത്തുള്ളൂ, ഉച്ചയാകുമ്പോഴത്തേനും എത്തില്ല. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ, നല്ല പനിയും പനിച്ചിട്ടോ രാവിലെ. അപ്പോൾ ഞാൻ നല്ലൊരു ഉറക്കമൊന്ന് ഉറങ്ങി നീച്ചപ്പോൾ ശരിയായി. നല്ല ഒരു ഗുളികയൊക്കെ കുടിച്ച് പാരസെറ്റമോൾ ഒരു ചട്ട വാങ്ങി വെക്കും കേട്ടോ. അതിങ്ങനെ തലവേദന വരുമ്പോൾ പനി വരുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് കഴിക്കും. അത് കഴിച്ചാൽ പിന്നെ കുറച്ച് നേരത്തിനൊരു നല്ല സുഖമാവും. അങ്ങനെ ഞാൻ കാക്കു കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ, അപ്പോൾ ഒരുപാടൊന്നുമില്ല. അത് റേഷൻ പീടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പച്ചരി, കുറച്ച് പുഴുങ്ങലരിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വെള്ളക്കാരുടെ ആവുകൊണ്ട് അധികം സാധനങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഡബ്ബയ്ക്ക് ഇട്ട് വെക്കുകയാണ്. പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. അതിനുള്ള സാധനങ്ങളും ചിക്കനും അരി കുറച്ച് പച്ചക്കറികളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചിക്കനൊക്കെ ഒന്ന് കഴുകി വെക്കണം. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. വേഗം അവർ വരുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കണം എന്നാണ് കരുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് സംസാരിച്ച് അങ്ങനെ ഇരിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ പണികൾ ഇങ്ങനെ എടുത്തിരിക്കുമ്പോൾ താത്താക്ക് ഈറയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയും, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്നും പണിയാണ്, ഞങ്ങൾ വരുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് ഒരുക്കി റെഡിയാക്കി വെച്ചുകൂടെയെന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ താത്തയാണ് കേട്ടോ ഉണ്ടാക്കുക ഫുഡൊക്കെ. ചിലപ്പോൾ അവൾക്ക് ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ, ഛർദ്ദിക്കാനും തലവേദനയും. ഞങ്ങൾ മൂന്നാളും അങ്ങനെയാണ് കേട്ടോ. വലിയ താത്തയും രണ്ടാമത്തെ ആളും ഞാനും ഒക്കെ അങ്ങനെ. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുൾ റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഒന്നിനും വയ്ക്കില്ല കേട്ടോ. തലവേദന വരും, അതുപോലെ ഛർദി, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ വലിയ ആൾ വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, ഫുള്ള് കിടത്തം തന്നെയായിരുന്നു. വിക്സ് തേച്ചിട്ടും ഗുളിക കഴിച്ചിട്ടും രാവിലെ പിറ്റേ ദിവസവും അത് തന്നെയായിരുന്നു കേട്ടോ. ഇനി അവിടെ എത്തോളം അവൾക്ക് തലവേദന തന്നെയാവും കേട്ടോ, വലിയ താത്താക്ക്. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും ഒരു ഗുളിക എടുത്ത് കുടിക്കുക ചെയ്തു കേട്ടോ. വീണ്ടും ഇങ്ങനെ ആകെ പനിക്കുക, നല്ല വെയിലും ചൂടും ഒക്കെ കേട്ടോ. പക്ഷേ എനിക്കെന്തോ തണുക്കണ പോലെയൊക്കെയാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ നല്ല പനി വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ വേഗം വീണ്ടും ഒരു ഗുളിക കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് 2 പാരസെറ്റമോൾ ആയിട്ട് ഇന്നത്തെ ദിവസത്തെ ഗുളിക. എല്ലാവരും പറയട്ടെ, ചീത്ത പറയട്ടെ തന്നെ, ഇങ്ങനെ ഗുളിക കുടിക്കണ്ട, കിഡ്നിയൊക്കെ അടിച്ചു പോകും എന്നൊക്കെ പറയട്ടോ. പക്ഷേ എന്താ ചെയ്യുക, വേദന സഹിക്കാൻ പറ്റാതാകുമ്പോൾ ഞാൻ അങ്ങോട്ട് കുടിക്കുക കേട്ടോ. പിന്നെ കുറച്ച് നേരത്തിന് നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ആ ഒരു സമയത്ത് അങ്ങോട്ട് കുടിക്കുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതാട്ടോ, ഇതാണ് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പുഴുങ്ങലരി കേട്ടോ. അത് 2 കിലോന് നല്ല അരി കേട്ടോ. കിട്ടിയാൽ ഇനിയിപ്പോൾ കാർഡ് മാറ്റിയാൽ തന്നെ നീല കാർഡാട്ടോ കിട്ടുക. നീല കാർഡിൽ ഇപ്പോൾ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സാധനമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിന് മെനക്കെട്ടില്ല. പിന്നെ അതൊന്ന് അക്ഷയയിൽ പോകണം, പിന്നെ ഒന്ന് വില്ലേജിൽ പോകണം, പഞ്ചായത്ത്, അങ്ങനെ നടക്കണം കേട്ടോ. കുറേ നടന്നിട്ടാണ് ഞാൻ കാർഡിന് സ്വന്തമായിട്ട് കാർഡ് ഉണ്ടാക്കിയത് കേട്ടോ. വില്ലേജ് ഓഫീസുക്കും അവിടേക്കും ഇവിടേക്കൊക്കെ നടന്നിട്ട്. ഇനിയിപ്പോൾ അത് മാറ്റാനായിട്ട് നടക്കാൻ എനിക്ക് വയ്യേന്ന് അത് എത്തിയിട്ട് ഇനിയിപ്പോൾ അതിന് ശ്രമിക്കണമില്ല. എന്തായാലും നീല കാർഡിന് തരിക. നമുക്ക് വീടിന് സ്ക്വയർ ഫീറ്റിനനുസരിച്ചാണല്ലോ ഇപ്പോൾ കാർഡൊക്കെ. അപ്പോൾ എന്തായാലും കിട്ടിയത് ലാഭം എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് കാർഡിൻ്റെ ആവശ്യങ്ങൾ വേറെ ഉണ്ടല്ലോ, മക്കൾക്ക് സ്കൂൾക്ക് അങ്ങനെ ആവശ്യമൊക്കെ വരും കേട്ടോ. റേഷൻ കാർഡ്, അതുപോലെ ആധാർ കാർഡ്, അങ്ങനെയൊക്കെ ഒരു കുട്ടികളുടെ കാര്യങ്ങൾക്ക്, യൂണിഫോമിൻ്റെ, സ്കോളർഷിപ്പിൻ്റെ ഒക്കെ കാര്യങ്ങൾക്കൊക്കെ വാങ്ങും. സ്കോളർഷിപ്പ് ഇപ്പോൾ അതിൽ വെള്ളക്കാർഡുള്ളവർക്ക് കിട്ടാറില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അവന് കിട്ടിയിരുന്നു കേട്ടോ. എന്താ അറിയില്ല, കിട്ടിയിരുന്നു. അതുപോലെ യൂണിഫോമിൻ്റെ പൈസ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂൾ യൂണിഫോം അല്ലല്ലോ, യൂണിഫോം തയ്ക്കാനുള്ള കൂലിയാണ് കേട്ടോ തരുന്നത്. അതിപ്പോൾ എത്രയോ 600 എത്രയും കേട്ടാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കാർഡ് കൊണ്ട് പല ഉപകാരങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഈ അരി സാധനം മാത്രം വാങ്ങിയാൽ പോരല്ലോ, പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ ഞാനത് മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടില്ല കേട്ടോ.
അപ്പോൾ എന്നിട്ടോ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കാക്കു കുറേ ഉള്ളിയും തക്കാളി പച്ചമുളക് പറഞ്ഞ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി ഗ്രീതണയിൽ ഇപ്പോൾ എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ ഫുള്ള് പരത്തിയും കൊണ്ടാട്ടോ. അപ്പോൾ കോട്ടേഴ്സിലാവുകൊണ്ട് ചെറിയ അടുക്കളയാകുമ്പോൾ എല്ലാം ഒതുക്കി പെറുക്കി വെച്ചിരുന്നു. ഇപ്പോൾ കാക്കു പറയും ഇപ്പോൾ ഫുള്ള് പരത്തിയിട്ട് കൊണ്ടാണ് സൗകര്യം കൂടുമ്പോൾ പരത്തിയിടുക അല്ലേ ചോദിക്കും കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് മാറ്റി ഒക്കെ അടുക്കി പെറുക്കി ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കുള്ള ചോറ് ഉണ്ടാക്കണം. ഉച്ചക്കൊക്കെ ഓൾക്ക് വേണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ കുറച്ച് ചോറ് വെക്കണം, എന്തെങ്കിലും ഒരു കറി തട്ടിക്കൂട്ടി എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം കേട്ടോ. പിന്നെ അച്ചാറുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതാ തൈരാണ് കേട്ടോ. തൈര് എന്താ പറയുക ആകെ മണ്ണാട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ബക്കറ്റ് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ പുറത്ത് കൊണ്ടുപോയി കഴുകണമല്ലോ. ആദ്യം ഞാൻ എല്ലാം ക്ലീൻ ആക്കിയിട്ട് കഴുകൽ പുറത്താട്ടോ ചെയ്യുക, അല്ലാതെ അവിടെ പോയി നിന്ന് ഇങ്ങോട്ട് ഇതാക്കുന്നില്ല. എന്നാൽ പിന്നെ കാക്കകളും വെയിലും കൊള്ളും. അപ്പോൾ പിന്നെ ഞാനിതൊക്കെ ക്ലീൻ ആക്കിയെടുത്തിട്ട് വേഗം കഴുകിയെടുത്ത് വരിക ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ ചിക്കൻ കഴുകി കഴിഞ്ഞാൽ അതിൽ പകുതി മുക്കാലും കളയും കേട്ടോ. അതേപോലെ തന്നെ ബീഫ് കൊടുന്നാലും 1 കിലോ ബീഫ് കൊടുന്നാൽ അതിൻ്റെ 1/4 കിലോ കുറച്ചൊക്കെ അങ്ങോട്ട് കളയും കേട്ടോ. അത് ചിലപ്പോൾ എല്ലുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വരണ്ടിയിരിക്കും. അതുപോലെ ഇപ്പോൾ ഈ ഒരു നെയ്യുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം കളഞ്ഞിട്ട് നല്ലത് മാത്രം എടുക്കുക. അതുപോലെ ഇതിൽ നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് ലിവർ അതുപോലെ വേറൊന്നുണ്ട് കേട്ടോ. വേറെ അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. അതൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. നല്ല ഇറച്ചി മാത്രമേ ഞാൻ ബിരിയാണിക്ക് ഇടുള്ളൂ കേട്ടോ. അത് മറ്റേത് ഞാൻ എടുത്ത് വെച്ചിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് കളയില്ല കേട്ടോ. എന്നാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ പോലെ ആക്കിയിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കും കേട്ടോ. അതിൽ ലിവറും കരൾ എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ കേട്ടോ. അതാട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചെറിയ പാത്രത്തിൽ. അങ്ങനെ അതാ എല്ലാതും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കനിൽ മസാല ഒക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. ഇനിയിപ്പോൾ വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അവർ വരാൻ സമയത്ത് അങ്ങോട്ട് എടുത്ത് പൊരിച്ചിട്ടാണ് കേട്ടോ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സെറ്റാക്കാമല്ലോ. അപ്പോഴത്തേക്കും അതിൽ മസാല ഒക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റായിക്കോളും കേട്ടോ. അങ്ങനെ നമുക്കുള്ള ചോറും ഇതാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു തട്ടിക്കൂട്ട് കറി കൊണ്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ചിക്കൻ്റെ പീസുകളൊക്കെ ഉണ്ടല്ലോ, ചിക്കൻ്റെ ലിവറും കരളും പിന്നെ ഇതിനൊരു 2 പീസും കൂടി എടുത്തിരുന്നു കേട്ടോ. അതിട്ടിട്ട് കിഴങ്ങും ഉള്ളിയും തക്കാളിയും ഒക്കെ പാടിട്ടിട്ട് ഒരു ഒറ്റ കറി കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പപ്പടം ഉണ്ട്, അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കളയില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും കേട്ടോ. അപ്പോൾ അത് മതി, മക്കൾക്കൊരു ചിക്കൻ്റെ മണം കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ വലിയ മോൻ പറയും കേട്ടോ, അമ്മ വെറും ഉടായിപ്പായിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കറി അവർക്ക് വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിയും തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കിഴങ്ങും പൊടികളും ഒക്കെ ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ കേട്ടോ. ഇനിയിപ്പോൾ പാത്രങ്ങൾ എല്ലാം കുറേ ഉണ്ടായിരുന്നു കഴുകാൻ കേട്ടോ. അതൊക്കെ കഴുകി ഇനിയിപ്പോൾ കുറച്ച് ചോറ് കഴിച്ച പാത്രങ്ങളൊക്കെ ഞങ്ങൾ വൈകിട്ട് കഴുകിട്ടുള്ളൂ. ഫുൾ ടൈമും പുറത്ത് കൂടെയൊന്നും ഞാൻ നടക്കില്ല കേട്ടോ. രാവിലത്തെ മോറൽ കഴിഞ്ഞാൽ പിന്നെ ഉച്ച കുറച്ച് മുമ്പ് വെയിൽ പോയിട്ട് കേട്ടോ. വെയിൽ അവിടെ നല്ല വെയിലാവും. ഉച്ച ഒരു 12-11 മണിക്ക് ശേഷം വെയിലാവും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും വെയിലിങ്ങനെ നീങ്ങി പോകും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ ടൈമിലൊക്കെയാണ് കേട്ടോ കഴുകുക. പിന്നെ അധികം ഞാൻ പരത്തില്ല പാത്രം, പരമാവധി കുറച്ച് പരത്താൻ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഇതട്ടോ, ഇതിൽ നമ്മൾ സുഹൃത്തിൻ്റെ ഭാര്യ ഇടുന്ന അച്ചാറാണ്. അപ്പോൾ അതിൽ കുറച്ച് കഞ്ഞിയും കൂടി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അച്ചാർ കണ്ടപ്പോൾ കഞ്ഞിക്ക് പോയി. പിന്നെ അതുപോലെ നല്ല വായിക്ക് നല്ല ഒരു കയ്പ്പ് പോലെയൊക്കെ. അപ്പോൾ ഞാൻ അച്ചാർ ഇങ്ങനെ കണ്ടപ്പോൾ അതങ്ങനെ കഴിക്കണം. മിക്സഡ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ അവർ വീട്ടിലുണ്ടാക്കിയ അച്ചാറാണ്. അപ്പോൾ അതെന്താ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഒരെണ്ണം വാങ്ങിച്ചതാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല അച്ചാറൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളൊക്കെ ഇടുന്ന പോലെ തന്നെ ഹോം മെയ്ഡ് അച്ചാറല്ലേ. അപ്പോൾ വലിയ സുർക്കയതോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നാടൻ അച്ചാർ കേട്ടോ. അപ്പോൾ എന്തായാലും അച്ചാർ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കഞ്ഞിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കഞ്ഞി കുടിച്ചാൽ നമുക്ക് ഇന്നത്തെ നമ്മളെ പരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഫുഡൊന്നും കഴിക്കില്ല. എനിക്ക് കഞ്ഞി ഇങ്ങനെ ചൂടോടെ കുടിക്കുന്നത് ഇഷ്ടമാണ്, ചില സമയത്ത് ഇഷ്ടമല്ല കേട്ടോ. എന്തോ പോലെ തോന്നും. അച്ചാർ കണ്ടപ്പോഴൊരു ബോധിട്ടോ, അങ്ങനെ കുടിച്ചാലും. പിന്നെ രാവിലെ ഗുളികയൊക്കെ കുടിച്ചുകൊണ്ട് ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പോൾ കാക്കു പറഞ്ഞു ഉപ്പിട്ടിട്ട് നല്ലോണം കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചാൽ മതിയെന്ന്. അപ്പോൾ അവിടെ സാധനങ്ങൾ വാങ്ങിയ ബില്ലാ തോന്നുന്നുണ്ട്, എന്താ അറിയില്ല, അങ്ങനെ നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കെന്തോ വലിയ ഐഡിയ കിട്ടുള്ള ഓർമ്മയില്ല, അന്ന് എന്ത് ബില്ലാന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാർ കഞ്ഞിയും കുടിക്കുന്നുണ്ട്. അപ്പോൾ കാക്കുവിനും ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഒന്ന് വാങ്ങിക്കുടിക്കാം കേട്ടോ. അപ്പോൾ അച്ചാർ ടേസ്റ്റ് വെക്കുക കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയൊക്കെ ചെയ്തു. കഞ്ഞി അച്ചാർ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുടിക്കട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിർത്തോളി എന്ന് പറയാം കേട്ടോ. പക്ഷേ
എനിക്കിപ്പോൾ വേണ്ട ടേസ്റ്റ് നോക്കാനാണ് കേട്ടോ. അങ്ങനെ 2 കയ്യിലൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ ആളതാ അതും വാങ്ങിങ്ങാണ്ട് അങ്ങോട്ട് പോവുക ചെയ്തു കേട്ടോ. അങ്ങനെ വൈകുന്നേരം ഇതാ മോന് ചായ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഉമ്മയും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ ഒന്ന് ശ്രദ്ധിക്കില്ല കേട്ടോ. അവർ കൊടുന്ന സാധനങ്ങൾ എടുത്ത് വന്നിട്ട് എന്തൊക്കെ കൊടുന്നിട്ട് നോക്കട്ടെ ആദ്യം എന്ന് പറഞ്ഞിട്ടൊക്കെ എടുത്ത് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ കുറേ ബേക്കറി ഐറ്റംസ് കൊടുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പാലക്കാടൻ പുളി കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഞാനെപ്പോഴും പുളി അവിടുന്ന് കൊണ്ടുവരിക. അപ്പോൾ ഇപ്രാവശ്യം പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അന്ന് അവിടെ കോട്ടേജിലായി നിന്ന് കൊടുന്ന് തന്നിട്ടുണ്ടായി. അപ്പോൾ ഞാനത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഓരിച്ച് കൊടുത്തിട്ടു. അതുകൊണ്ട് എൻ്റെ അടുത്ത് കുറവായിരുന്നു. നല്ല ഫ്രഷ് പുളിയാട്ടോ. അവിടെ ഇപ്പോൾ കിലോന് ആദ്യമൊക്കെ വില കുറവായിരുന്നു. ഇപ്പോൾ എന്തോ വില കൂടിയിരിക്കണം. ഈ പുളി എന്ന് വെച്ചാൽ നമ്മൾ അതിൽ കുരു, നാര് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുളി നല്ല കുരു ഉണ്ടാവും, അതിൽ കച്ചറയും എല്ലാം ഉണ്ടാവും. ഇത് വീട്ടിൽ നിന്ന് തന്നെ അവർ വരാൻ ടൈമിൽ പറിച്ച് പിന്നെ ചെത്തി കുലുക്കി വീഴ്ത്തിയിട്ട് തല്ലി ഉണക്കി കുരും ഇതൊക്കെ കളഞ്ഞിട്ട് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടാട്ടോ ആക്കി കൊടുത്തത്. അത് നമ്മളറിയുന്ന ആൾക്കാർ തന്നെയാണ് നാട്ടിൽ, നമ്മുടെ അയൽവാസി, തൊട്ട അയൽവാസി കേട്ടോ. ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഞങ്ങളൊപ്പം കളിച്ച് വളർന്ന് നടന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെന്ന് പറഞ്ഞപ്പോൾ അവർ വരുന്ന തലേ ദിവസമാണ് അത്ര കേട്ടോ പറിച്ച് കുരുവൊക്കെ കളഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവരവിടെ ഇരിക്കുന്നുണ്ട്. ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ കൂടെ ഇരിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ വേഗം ചോറ് വെച്ചിട്ട് നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ താത്തി അവരൊക്കെ അവിടെ ഓരോരുത്തരും അപ്പോഴും അപ്പുറം ഇപ്പുറമുള്ളവരൊക്കെ ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ ഇളയച്ചി നാത്തൂനവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഇതാ കുറേ ഒരു 7 മണിയൊക്കെ 7-8 മണിയൊക്കെ ആയപ്പോഴത്തേനും ബിരിയാണിയൊക്കെ ആയി. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടി മറ്റേ വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വീട്ടു സാധനങ്ങളാണ്. ഓയിൽ, വെളിച്ചെണ്ണ, പഞ്ചസാര, ചായപ്പൊടി. പിന്നെ ഫസ്റ്റ് എടുത്ത് നമ്മൾ ബജ്ജി മിക്സാണ് കേട്ടോ. നമ്മൾ അവിടെ ബജ്ജി ഉണ്ടാക്കുന്ന മിക്സർ. പിന്നെ അതിലൊരു ചേർത്ത് കഴിക്കണം ഒരു പൊടി ഉണ്ട് തന്നെ കേട്ടോ. പിന്നെ അതാ കുറച്ച് അലക്കണ സോപ്പ്, കുളിക്കണ സോപ്പ്, സോപ്പും പൊടി അങ്ങനത്തെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ജീരകം, ഉലുവ, പരിപ്പ്, ആശീർവാദിൻ്റെ പൊടി, അതുപോലെ പുട്ടുപൊടി, പപ്പടം, അങ്ങനെ കുറേ സാധനം വീട്ടു സാധനങ്ങൾ കേട്ടോ. ചിക്കൻ മസാല അങ്ങനെ കുറേ കൊടുന്നിരിക്കുന്നു. പിന്നെ അരി കൊടുന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ടുമ്പോൾ കാക്കു അവിടെ ഉണ്ടിട്ട് എന്തിനാണ് ഇതൊക്കെ കൊടുന്നിരിക്കുന്നത് അറിയുന്നുണ്ട് കേട്ടോ കാക്കു. അപ്പോൾ അവർക്കൊരു സന്തോഷം, അവർ കൊടുന്നോട്ടെ, അതിനിപ്പോൾ എന്താ ഞാനും പറയും കേട്ടോ. അപ്പോൾ നമുക്ക് പെൺകുട്ടികൾക്ക് നമ്മൾ വീട്ടുകാരെന്തെങ്കിലും കൊണ്ടുവരിക തരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ. എന്തെങ്കിലുമൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്നാകുമ്പോൾ. അപ്പോൾ എന്തായാലും ഇതാ പഞ്ചസാര ഉണ്ട് കേട്ടോ കുറച്ച്. പിന്നെ ഇത് നല്ല എന്തോ ഒരു അരി കേട്ടോ, കുറുവരിയാണ്. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾ ഇരുന്നതിന് ശേഷം ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല ദമ്മ് പൊരിച്ച കോഴീൻ്റെ ദമ്മിട്ട ബിരിയാണി കേട്ടോ. തല്ലിപ്പൊളി ബിരിയാണി ഒന്നുമില്ല കേട്ടോ, നല്ല അടിപൊളി ബിരിയാണിയാണ്. ചിലർ പറയുന്ന ബിരിയാണി കൊള്ളൂല, തല്ലിപ്പൊളിയാണ് എന്നൊക്കെ കേട്ടോ. പക്ഷേ തല്ലിപ്പൊളിയൊന്നുമില്ല. കഴിച്ചാലല്ലേ അതിൻ്റെ ഗുണം അറിയുള്ളൂ അല്ലേ. കഴിക്കാതെ ഓരോന്നും പറയാൻ പറ്റുമോ ഒരാളെ കുറിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക. വീണ്ടും കാണാം. ഓക്കെ, ബൈ.